അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, തെളിവിൻ്റെ അഭാവം ഇല്ല എന്നതിന് തെളിവാണോ എന്നാണ് എനിക്ക് സമർത്ഥിക്കേണ്ടതായിട്ടുള്ള വിഷയം. മതനിഷേധികളായിട്ടുള്ള ആളുകൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ദൈവത്തിന് തെളിവില്ല, ആയതുകൊണ്ട് തന്നെ ദൈവമില്ല എന്നാണ് അവർ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് ധാരാളം തെളിവുകളുണ്ട്. ഡിസൈനർ ആർഗ്യുമെൻറ്റ്, കണ്ടൻജൻസി ആർഗ്യുമെൻറ്റ്, ദ ആർഗ്യുമെൻറ്റ് ഓഫ് ഫ്രീ വിൽ, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് തുടങ്ങിയ അങ്ങനെ നിരവധി പോകുന്നു. എൻ്റെ വിഷയം ദൈവമുണ്ടോ എന്ന് സ്ഥിരപ്പെടുത്തലോ അല്ലെങ്കിൽ ദൈവത്തിന് തെളിവുണ്ടോ എന്ന് സ്ഥിരപ്പെടുത്തലോ അല്ല. ആയതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളത് തീർത്തും ഒരു ലോജിക്കൽ ഫാലസിയാണെന്ന് 4 പോയിന്റിലൂടെ നാം വ്യക്തമാക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമതായി, തെളിവിൻ്റെ അഭാവം എന്നത് ഏതൊരു വസ്തുവും ഇല്ല എന്നതിന് തെളിവല്ല, മറിച്ച് കാലമത്രയും പ്രശസ്തമായ ഒരു തെളിവ് അതിന് ലഭിച്ചില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് അമേരിക്ക 1492 ഒക്ടോബർ 12 ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആദ്യമായി അമേരിക്ക കണ്ടെത്തുന്നത്. ഇതിനർത്ഥം ഇതിനു മുമ്പേ ഈ ഭൂപ്രദേശത്തെ അമേരിക്ക എന്നൊരു സ്ഥലം ഇല്ല എന്ന് ഒരിക്കലും അത് അർത്ഥമാക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം, സാങ്കേതിക അതിദ്രുത വളർച്ചയ്ക്ക് ശേഷം ശാസ്ത്രവും കൂടെ വളർന്നതിന് ശേഷമാണ് നാം പെട്രോളിയം ഉൽപ്പന്നത്തെ കണ്ടെത്തിയത്. അതിനു മുമ്പ് ഈ ഒരു ഭൂലോകത്ത് പെട്രോളിയം എന്നൊരു ഉൽപ്പന്നം ഇല്ല എന്ന് ഒരിക്കലും അത് വ്യക്തമാക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം, മനുഷ്യൻ്റെ അറിവ് ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ടെത്താത്ത പലതും നാം ഇന്ന് കണ്ടെത്തുന്നുണ്ട്. ഇന്ന് കണ്ടെത്താത്ത പലതും നാം നാളെ കണ്ടെത്തുന്നുണ്ട്. അതിനർത്ഥം ഇന്ന് കണ്ടെത്തിയ പല വസ്തുക്കളും ഇന്നലെ ഇല്ല, അതല്ലെങ്കിൽ നാളെ കണ്ടെത്തിയ പല വസ്തുക്കളും ഇന്ന് ഇല്ല എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. ഉദാഹരണത്തിന് എക്സോ പ്ലാനറ്റുകൾ. ആദ്യകാലങ്ങളിൽ ഈ എക്സോ പ്ലാനറ്റുകൾ കേവലം സങ്കല്പങ്ങൾ മാത്രമായിരുന്നു. 1995 ആദ്യമായി എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നത്. 2009 ശേഷമാണ് 100-ലേറെ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ 1995 മുമ്പോ അതല്ലെങ്കിൽ 2009 മുമ്പോ എക്സോ പ്ലാനറ്റുകളോ ഗ്രഹങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാരും മനസ്സിലാക്കുന്നില്ല. മൂന്നാമതായി ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അദൃശ്യമായ പല കാര്യങ്ങളിൽ നാം വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗവും ഉണ്ടായത് ഡാർക്ക് മാറ്ററിലൂടെയും ഡാർക്ക് എനർജിയിലൂടെയുമാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ഇവ രണ്ടും നാം നിരീക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഇതിനെ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഇത് ഇല്ല എന്ന് മനസ്സിലാക്കുകയോ ഇല്ല എന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നതിനപ്പുറം ഇത് രണ്ടും കൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചമുണ്ടായതെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. നാലാമതൊരു കാര്യം, പ്രൂവിങ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ഈസ് വെരി റിസ്കി. അതായത് ഒരു വസ്തു ഇല്ല എന്ന് സ്ഥിരപ്പെടുത്തൽ വളരെയേറെ പ്രയാസമേറിയ കാര്യമാണ്. ആ വസ്തുവിൻ്റെ ഉണ്മക്ക് ചാൻസുള്ള പോസിബിലിറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ഒരു വസ്തു ഇല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്നുള്ളത്. പ്രപഞ്ചത്തിലെ ഓരോ ഗ്രഹങ്ങളെയും എടുത്ത് പരിശോധിച്ച് അതിൽ ജീവനുണ്ടോ എന്ന് പഠന വിധേയമാക്കിയതിന് ശേഷം മാത്രമേ അന്യഗ്രഹങ്ങളിൽ ജീവനില്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ചുരുക്കത്തിൽ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ള ഈ ഒരു ആർഗ്യുമെൻറ്റ് തീർത്തും ഒരു ലോജിക്കൽ ഫാലസി മാത്രമാണ്. അത് മതം വിശ്വസിക്കുന്നതിൽ നിന്ന്
ഒളിച്ചോടാൻ മാത്രം ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.